എല്ലാവർക്കും നമസ്കാരം. ആദിയോഗിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഡോക്ടർ അനുജ. ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്ക് വീഡിയോ ആണ് ചെയ്യുന്നത്. എല്ലാവരും കുറേ നാളായിട്ട് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഒരു ആയുർവേദിക് ഹെയർ പാക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ മുടി തിരികെ നാച്ചുറലായിട്ട് തന്നെ കറുപ്പ് നിറം തിരികെ കൊണ്ടുവരാനും, അതുപോലെ തന്നെ താരൻ, അതുപോലെ തന്നെ പേൻ ശല്യം അതിൻ്റെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് കൊണ്ടുവന്നിട്ട് മുടി കൊഴിച്ചിലൊക്കെ കുറച്ച് നല്ല രീതിയിൽ ഹെയർ നല്ല തിക്കായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹെയർ പാക്കാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ്. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ പരിസരത്ത് അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഈ ഹെയർ പാക്കിൽ ഞാൻ എടുത്തിരിക്കുന്നത്. അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ ആ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തായി കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ആയുർവേദിക് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെല്ലിക്കയുടെ പൗഡർ, ഹെന്ന പൗഡർ, ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടച്ചപ്പ് ഹെന്നയാണ്, പിന്നെ നമ്മുടെ കയ്യോന്നിയുടെ പൗഡർ, നീലയമരിയുടെ പൗഡർ. ഇത് കൂടാതെ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ലിക്വിഡ് മീഡിയം വേണം. അതിനായിട്ട് ഞാൻ കയ്യോന്നിയുടെ ജ്യൂസാണ് എടുക്കുന്നത്. ഇത്രയും കയ്യോന്നിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഇടിച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. ഈ പൗഡേഴ്സൊക്കെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ചെറിയ സ്പൂണിന് 3 സ്പൂൺ വീതമാണ്. അത് നിങ്ങളുടെ ഹെയറിൻ്റെ ഉള്ളനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ജ്യൂസ് തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഈ കയ്യോന്നി നമുക്ക് വേരോടുകൂടി തന്നെ എടുക്കുക. സമൂലം എടുക്കുന്നതാണ് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ഈ കയ്യോന്നിയുടെ പഞ്ചാംഗങ്ങൾക്കും ഗുണമുള്ളതാണ്, കേശ്യമാണ്. അതുകൊണ്ട് ഇത് സമൂലം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഈ കല്ലുപയോഗിച്ചിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഒരു ചെറിയ എമൗണ്ട് വാട്ടർ കൂടി ആഡ് ചെയ്താൽ ഇത് അരച്ചെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. വേണമെങ്കിൽ നമുക്ക് മിക്സി ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്താലും മതിയാവും. അപ്പോൾ നമുക്ക് ഹെയർ പാക്ക് തയ്യാറാക്കാം. കയ്യോന്നിയുടെ ജ്യൂസ് ഞാൻ ഇടിച്ച് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കയ്യോന്നിയുടെ പൗഡർ തന്നെ ആഡ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് എടുക്കാവുന്നതാണ്. ഞാനൊരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നീലയമരിയുടെ പൗഡർ ആഡ് ചെയ്യാം. ചെറിയ സ്പൂൺ എടുക്കുകയാണെങ്കിൽ ഈ സ്പൂൺ ഫുള്ളായിട്ട് എടുക്കുക. ഇനി നമുക്ക് ഹെന്നയുടെ പൗഡർ ആഡ് ചെയ്യാം. ഈ ഹെർബ്സൊക്കെ നിങ്ങൾക്ക് നാച്ചുറലായിട്ട് ചുറ്റും അവൈലബിൾ ആണ്. അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അങ്ങനെ റോ ഹെർബ്സ്, അതായത് പച്ചയായിട്ട് തന്നെ പച്ചമരുന്നായിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. ഇങ്ങനെ പൗഡറായിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം അങ്ങാടിക്കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വാങ്ങുകയും ചെയ്യാം. ഇത് നെല്ലിക്കാപ്പൊടിയാണ്. ഇത് നമുക്ക് 3 സ്പൂൺ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മളുടെ കയ്യോന്നിയുടെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക്
സെപ്പറേറ്റ് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തന്നെ എടുക്കാം. ചെമ്പരത്തിയുടെ ജ്യൂസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കയ്യോന്നി നീര് എന്ന് പറയുന്നത്, കയ്യോന്നി ഒരു നാച്ചുറൽ ഡൈ കൂടിയാണ്. മുടിക്ക് കറുപ്പ് നിറം കിട്ടാനായിട്ട് വളരെ നല്ലതാണ് കയ്യോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു ഹെയർ പാക്ക് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കയ്യോന്നിക്ക് നല്ല കറുപ്പ് നിറമാണ്. മുടിക്ക് നരയൊക്കെ വരാതിരിക്കാനായിട്ട് ഒരു നാച്ചുറൽ ഡൈ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഇടിച്ച് പിഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കളറ് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കുറച്ചുകൂടി ജ്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പാക്ക് ഇടുന്നതിന് ഒരു 4 മണിക്കൂർ മുൻപെങ്കിലും പാക്ക് തയ്യാറാക്കി വെക്കുക. ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ആഴ്ചയിൽ ഒരു 2-3 ദിവസം ഇത് ഉപയോഗിക്കാം. മുടി കൊഴിച്ചിൽ നന്നായിട്ടുള്ളവരാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിലും യൂസ് ചെയ്യാവുന്നതാണ്. പാക്ക് ചെയ്യുമ്പോൾ അത് ഒരുപാടങ്ങ് ലൂസായി വെള്ളം പോലെ ആകാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. മുടി നല്ല തിക്കറാകാനും അതുപോലെ തന്നെ മുടിക്ക് നീളം ഉണ്ടാകാനും താരനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതൊക്കെ മാറിയിട്ട് മുടിക്ക് നല്ല ഉള്ളുണ്ടാകാനൊക്കെ വളരെ എഫക്റ്റീവാണ്. അതുപോലെ തന്നെ മുടി നരയ്ക്കുന്നവർക്കും അലോപേഷ്യയൊക്കെ ഉള്ളവർക്കും വളരെ എഫക്റ്റീവാണ്. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. എങ്കിലും നിങ്ങൾക്കിത് മിക്സിയിൽ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടില്ലേ? ഇങ്ങനൊരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് ലൂസ് ആകണ്ട, ഇങ്ങനൊരു സെമി സോളിഡ് കൺസിസ്റ്റൻസി ഇത്ര മതിയാകും. എന്നിട്ട് നമുക്ക് ഈ പേസ്റ്റ് ഇങ്ങനെ ഒരു 3-4 മണിക്കൂർ വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങുന്നതാണ്. അതിനുശേഷം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എൻ്റെ ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഈ മോളുടെ ഹെയറിൽ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മുടിയിലെ എല്ലാ കുരുക്കളൊക്കെ അഴിച്ച് നല്ല നീറ്റാക്കി ഇടുക. അതിനുശേഷം നമ്മൾ ഏത് ഓയിലാണോ തലയിൽ തേക്കുന്നത് ആ ഓയിൽ നന്നായിട്ട് ഹെയറിൽ മസാജ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ ഈ പാക്കിന് കുറച്ച് തണുപ്പുള്ളതുകൊണ്ട് തലനീരിറക്കം വരാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. തലയോട്ടിയിലും നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ ഹെയറിലും നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യാം. സ്കാൽപ്പ് നമ്മളെപ്പോൾ ഓയിൽ അപ്ലൈ ചെയ്താലും ഇതുപോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും നമ്മുടെ വിരൽ ഓടിക്കണം. കാരണം അത് നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ സ്കാൽപ്പിലെ സർക്കുലേഷൻ കൂടുമ്പോൾ അത് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ നറിഷ് ചെയ്യും. അതുവഴി നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഹെഡ് മസാജ് ചെയ്യാം. ഇങ്ങനെ ചെറുതായിട്ട് പ്രഷർ അപ്ലൈ ചെയ്യാം. നമ്മുടെ വിരലിൻ്റെ തുമ്പ് ടിപ്സ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് പ്രഷർ കൊടുക്കുക. ഇത് ഡെയിലി നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഹെഡ് മസാജിൻ്റെ മറ്റൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ഹെയർ പാക്ക് ഇടാൻ പോവാണ്. അപ്പോൾ മുടി ഇങ്ങനെ
രണ്ട് ഈക്വലായിട്ട് വരുന്ന വിധം ഇങ്ങനെ ഡിവൈഡ് ചെയ്തെടുക്കുക. അതിനുശേഷം ഫ്രണ്ട് പോർഷനിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഈ ഭാഗത്ത് കുറച്ച് മുടി ഇങ്ങനെ എടുക്കുക. ഹെയർ പാക്ക് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഹെയർ മുഴുവനായിട്ടും ടിൽ എൻഡ് വരെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മുടിയുടെ ബാക്ക് പോർഷനിലും സ്കാൽപ്പിൽ നല്ലതുപോലെ അപ്ലൈ ചെയ്യുക. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഹെയർ പാക്കിന്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇതിങ്ങനെ മാറ്റി വെക്കുക. നെക്സ്റ്റ് ഈ സൈഡിൽ നിന്ന് ഇതുപോലെ കുറച്ച് ഹെയർ എടുക്കുക. കുറേശ്ശെ എടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ? സ്കാൽപ്പിൽ നല്ലതുപോലെ ചെയ്യാം. എന്നിട്ട് ഇതായി കാണുന്ന പോലെ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ ചുറ്റി വെക്കാം. ഇങ്ങനെ എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. കണ്ടില്ല? നിങ്ങൾ മുടി ഡിവൈഡ് ചെയ്ത് എടുക്കുമ്പോൾ ഇങ്ങനെ സ്കാൽപ്പിലും കൂടി ഈ പാക്ക് എത്തുന്ന രീതിയിൽ ചെയ്യുക. ജസ്റ്റ് ഹെയറിൻ്റെ മുകളിലൂടെ മാത്രമല്ല, നമ്മുടെ സ്കാൽപ്പിലും എത്തണം. കണ്ടില്ലേ? ഈ രീതിയിൽ അപ്ലൈ ചെയ്യാം. ഹെയറിൻ്റെ എൻഡ് വരെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്യാം. ശേഷം നമുക്കിത് ഇങ്ങനെ ചുറ്റി വെക്കാം. ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴായാലും ഇൻസ്റ്റൻറ്റ് മെയ്ഡാണ് നല്ലത്. അപ്പോൾ തന്നെ നമ്മൾ ഒരു 3-4 മണിക്കൂർ മുൻപ് ഉണ്ടാക്കിയിട്ട് അത് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നത് അത്ര നന്നല്ല. അതിൻ്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള എഫക്റ്റ് നമുക്ക് നീരിറക്കമൊന്നും കൂടാതെ പനിയൊന്നും വരാതെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യുക. ഇത് ഇപ്പോൾ വന്ന ഒരു ട്രഡീഷൻ അല്ല. പണ്ട് പുരാതന കാലം മുതലേ സ്ത്രീകൾ ചെയ്തിരുന്നു എന്ന് നമ്മളുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ട്. കേശ്യങ്ങളായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ട് മുടിക്കുണ്ടാകുന്ന പലതരത്തിലുള്ള എയിൽമെൻറ്റ്സ് ഇല്ലാതാക്കാനായിട്ട് ചെയ്തിരുന്നു. ശിരോലേപങ്ങൾ എന്ന പേരിലാണ് ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെ പ്രതിപാദിച്ചിരിക്കുന്നത്.
ഇങ്ങനെ നമ്മുടെ മുടിയിലും അതുപോലെ തന്നെ സ്കാൽപ്പിലും എല്ലാ പോർഷനിലും നന്നായിട്ട് പാക്ക് അപ്ലൈ ചെയ്യാം. ഇനി മുടിയുടെ ഈ ഒരു പോർഷൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് അതിലും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നെല്ലിക്കപ്പൊടിയൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തലയ്ക്ക് നല്ലൊരു തണുപ്പ് കൂടി കിട്ടുന്നതാണ്. തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. മറ്റൊരു കെമിക്കൽസിൻ്റെയും ഹാനികരമായിട്ടുള്ള ഒരു എഫക്ട്സ് ഇതിലില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒന്ന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തുകൂടി ബാക്കിയുള്ള പാക്ക് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ, മുടി അഴിഞ്ഞൊന്നും പോവില്ല. പിന്നെ പാക്ക് സാധാരണ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തുകൂടി ഒന്ന് കവർ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ തന്നെ ലീവ് ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് മതി. അതിനുശേഷം മുടി നന്നായിട്ട് തണുത്ത വെള്ളത്തിൽ, അതായത് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളയുക. അത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ശേഷം, കുളി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വല്പം രാസ്നാദി ചൂർണം തലയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം തലനീരിറക്കം അതിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും വരാതിരിക്കാനായിട്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് കുളി കഴിഞ്ഞ ശേഷം, ഹെയർ പാക്ക് ഇട്ട ശേഷം നിങ്ങൾക്ക് രാസ്നാദി ചൂർണം അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു 20 മിനിറ്റ് നമുക്ക് വയ്ക്കാം. തുടർച്ചയായിട്ട് പനി അതുപോലെ തലനീരിറക്കം വരുന്നവരാണെങ്കിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മതിയാവും. ഒരുപാട് നേരമൊന്നും ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും വരട്ടെ എന്ന് കരുതിയിട്ട് ഒരുപാട് നേരം ഹെയർ പാക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ ഒരു ആഴ്ചയിൽ 2-3 ദിവസം ചെയ്താൽ മതി. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. തലനീരിറക്കം വരുമെന്ന് പേടിക്കുകയും വേണ്ട. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.